ചന്തം ചാർത്ത് പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മത്തായി കുഞ്ഞ് പറഞ്ഞതുപോലെ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇതുപോലെ ഒരു ചന്തം ചാർത്ത് ഇവിടെ അരങ്ങേറിയിരുന്നു. ആ സമയത്ത് ഒരു മണികണ്ഠനും പിന്നെ ഒരു ശങ്കരനുമായിരുന്നു അന്ന് ബാർബർ. നിങ്ങളിൽ ഒരു പകുതി പേര് ആൾക്കാർക്കും അത് അറിവുള്ളതാണ് അല്ലെങ്കിൽ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതിൽ ഒരു കാര്യം സംഭവിച്ചു, നമ്മുടെ മണികണ്ഠൻ തിരിച്ച് ഇന്ത്യയിൽ പോയില്ല. അവനൊരു മദാമ്മയെ കല്യാണം കഴിച്ച് അവൻ അറ്റ്ലാന്റയിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുകയാണ്. ആ മണികണ്ഠൻ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി വരുവാൻ ആഗ്രഹിക്കുകയാണ്. കാലം മാറി, കാലഘട്ടം മാറി, കാലാവസ്ഥകൾ മാറി, തലമുറകൾ മാറി, അതുപോലെ കഥകളും മാറി. അപ്പോൾ നമ്മുടെ ഈ മണികണ്ഠൻ എന്ന ന്യൂ ബാർബർ ഒരു മോഡേൺ ഹിറ്റുമായി നിങ്ങളുടെ മുൻപിൽ സമീപിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ പരിപാടി കണ്ട് എൻജോയ് ചെയ്യണം.
മക്കളെ, ഞാന് 5-8 കൊല്ലം മുമ്പ് എലിക്കാരുടെ ജോണി കുഞ്ഞിന്റെ മകന്റെ പരിപാടിക്ക് ഇവിടെ വന്നായിരുന്നു. അന്ന് ഈ പിള്ളേര് പരമ്പരാഗതമായിട്ട് ഞങ്ങള് എലിക്കാട്ടിലെ കുഞ്ഞപ്പ മാപ്പിള മുതല് ഞങ്ങളായിരുന്നു അവരുടെ കല്യാണത്തിനൊക്കെ ക്ഷമനം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും അച്ഛനും കൂടിയാണ് ഫിലിപ്പൂജിന്റെ നൈതോ കൊച്ചമ്മയുടെയും കല്യാണത്തിന് പോയത്. ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അല്ലേ ഫിലിപ്പൂജ്? എന്തായിരുന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പിള്ളേര് ഞങ്ങളെ മറന്നില്ലല്ലോ. ഈ വിൻസെന്റ് കുഞ്ഞ് ഒക്കെ ചെറുപ്പമായിരിക്കുമ്പോ ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതാ. എനിക്ക് വലിയ പരിചയമില്ല എങ്കിൽ പോലും എന്നെ വിളിച്ചല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും എന്റെ മകൻ മണികണ്ഠനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അവരെ നോക്കി അറിയാൻ വലിയ ആളായി പോയി. ദോഷം പറയരുതല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഈ പിള്ളേരെല്ലാം കൂടെ തന്നിരിക്കുന്ന പൈസ കൊണ്ട് ഇപ്പൊ തൊടുപുഴയില് ഒരു ശീതീകരിച്ച ഒരു ബാർബർ ഷോപ്പ് തുടങ്ങി. അതിനുശേഷമാണ് ഇവന്റെ ഭാര്യയെ കണ്ടോ, കോമണവല്ലി, അവള് അപ്പൊ ശീതീകരിച്ചതായതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് കളിയിക്കമ്മയില അവളുടെ അപ്പൻ ഈ പേർഷ്യയിൽ കേട്ടോ സാറേ, പേർഷ്യയിലേക്ക് പോയായിരുന്നു. എന്തായിരുന്നാലും അവനിപ്പോ ഈ പ്രാവശ്യം ഞാൻ വരണ്ടെന്ന എന്നോട് പറഞ്ഞു. അച്ഛൻ വരണ്ട, ഞങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഈ പിള്ളേര് പറഞ്ഞു ശങ്കരനും കൂടെ വരണം, എന്റെ കല്യാണ കുട്ടിയും കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷമുണ്ട് ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും. എന്തായിരുന്നു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കും. ഈ കൊച്ചെടുത്തേണോ ഇത്? ഓ എന്റെ ദൈവമേ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എടാ മണികണ്ട, എനിക്കിപ്പം മേലായി ആയതുകൊണ്ട് നീ ആ ചടങ്ങ് അങ്ങോട്ട് പറഞ്ഞു, ഞാനങ്ങ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? അതുകൊണ്ട് 17 പരീക്ഷയ്ക്ക് മേലുള്ള മാധവനോട് ചോദിക്കുന്നു, ഈ കൊച്ചിന്റെ പേരെന്നെ വിനീത് മോനെ ചന്തൻ ചാർത്തട്ടെ. കേട്ടില്ലെന്ന് പരികർമ്മി ചോദിച്ചത് കേട്ടില്ലെന്ന്. Hello people. Very much energy. I want to say some energy. Good evening people. Me and my Appan is here to do the wonderful man. And this guy when I saw what's English for him. So Appan sent me some other country speak good English. Then only we can come here. So me and my wife Sarojini Kutti, we speak very good spoken English now. Very good. Very good. So I'm going to ask you, there's a lot of other people here, they're going to ask you second time. We have asked you 3 times. So second time I'm going to speak English. Okay, respected people. May I ask you, can I make this guy beautiful for tomorrow? കേട്ടില്ല പരികർമ്മി ചോദിച്ചത് കേട്ടില്ലെന്ന്. ആരും കേൾക്കുന്നില്ലോ. Mr. Tony Indicator, where are you? This guy, people have some audiology problem. You have to fix this. This guy, nobody can hear. Okay, I have to ask one more question. You have to please say yes, do it. Okay, then we're going to do our job. Yes, everybody have to make sure that. 17 പരീക്ഷയ്ക്ക് മേലുള്ള മാധവരായ നിങ്ങളോട് ചോദിക്കുന്നു, ഇല്ലിക്കാട്ട് കുടുംബത്തിലെ വിൻസെന്റും കൊച്ചുമോളുടെയും മൂത്ത മകനായ സുന്ദരനും സുലോഭനും നല്ല ചിരിച്ചിരിക്കുന്ന വിനീതനെ ഞങ്ങളങ്ങ് ചന്തം ചാർത്തിക്കോട്ടെ. കേട്ടല്ലോ പരികർമ്മി ചോദിച്ചത് കേട്ടല്ലോ. പദവിയിലെ മണക്കോല പുതുമകന്മാർ കോറാന ബിന്ദുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോടും അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേറാന ധനത്തെയൊത്ത് വേഗമോടെ തൻകിളകൾ മാറാനേ മുൻനിർത്തി മാർഗമന നാൾ കുറിച്ച ദിവസമതിൽ മുഴുക്കപ്പുശി ഭംഗിയോടെ നിറത്തോടത്തും ഇരിക്കും നേരം പാടിക്കളിക്കും ബാലകർക്കും കോവിളക്കും പാവാടയും സ്വന്തം ചാത്തി നീരുമണി നിന്നവർ കുരവയിട്ടു നെല്ലുമിട്ടു നിറവു വന്ന്. മടിയിട്ടു മാർഗമായ വചനം ചൊല്ലി തൊട്ടതാലി മാർഗമായി കെട്ടിനാലേ ആരാലേ വേഗമോടി നഗമൊത്തം നഗമ്പടിയും മായാലേ മൊഴികൾ ചൊല്ലി പലതരത്തിൽ ബാലകർക്ക്
നാദം കൊമ്പുവിളി മറ്റുമുള്ള ഘോഷമായി ഇടിയലറും വരവു കണ്ട ഇരുളും മുമ്പേ പന്തക്കകം നെല്ലും നീരും വിളക്കുമായി അമ്മായി വന്നെതിരേറ്റു പാലകരെ കൊണ്ടു ചെന്നു മണപ്പോലും തൂക്കാറേ. ഈ മേലാട്ടുകാരനെ രോഗി ഇച്ചിരി കുട്ടിക്ക് കേട്ടോ. മണവാള ചെറുക്കനെ എണ്ണ തേക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് പരികർമ്മി ചോദിച്ചത് കേട്ടില്ലാന്ന്. മണവാള ചെറുക്കൻ വിനീതിനെ എണ്ണ തേക്കിപ്പിച്ചുകൊട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് പരികർമ്മി ചോദിച്ചത് കേട്ടില്ലാന്ന്. പുള്ളിക്കാരി കുടുംബത്തിലെ കൊച്ചുമകളുടെയും മിക്സണിന്റെയും കൊച്ചു മൂത്ത മകനായ സുന്ദരനും സുമുഖനുമായ വിനീതിനെ എണ്ണ തേച്ചിപ്പിച്ചുകൊള്ളട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോന്ന് പരികർമ്മി ചോദിച്ചത് കേട്ടല്ലോന്ന്. മലങ്കര കൂടിയേറുമതിനാൽ കൊമ്മൻ തീരാനെന്ന നേരം പോരുന്നവാറ് ഈ രാജമക്കളണ്ണൻ പാതും കൂടി പോകിണ്ട് കുടിയാറുത്തമാരാകും ഇവർ 400 ആസോടിക്കായാരോടാലെ കപ്പൽ പോകിണ്ട് മെയ്യെ വന്ന പരദേശികളും നല്ലോ പോകിണ്ട്. പോലെ കണ്ടു പരിശാദികാമ പൊന്നും പവിഴം മൊത്തം വെച്ചു രാജ്യം കൊണ്ടാറെ മെയ്യെ വന്നു പൊഴുതു തീർന്നു മുറിഞ്ഞു കാര്യം കൊണ്ടാറെ മെയ്യെ ചൂലിപ്പാറിൽ പേരു മകൾ തെളിഞ്ഞിരിപ്പാർ കൊടുത്താ പദവികൾ പഞ്ചമേളം 18 കൊമ്പും കൂടലാലവട്ടം ശങ്കും വിധാനം. പദവികൾ പാവാട പകൽ വിളക്കും രാജാവാദിയങ്ങളേഴും കുറവമൊന്നും മെയ്യെ കൊട്ടും കുറവയും നല്ല അലങ്കാരമല്ല മെയ്യെ ഇഷ്ടത്തോടെ കൊടുത്തീട്ടങ്ങരചനും മെയ്യെ എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ടൻ തൊമ്മൻ വീരാനും മെയ്യെ ചേച്ചയാൽ കുറിച്ചെടുത്ത ചെപ്പേടും വാങ്ങി. തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ വന്നു കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കേളാതെ ഞങ്ങൾ സൂക്ഷിക്കും കേളാതെ ഞങ്ങൾ സൂക്ഷിക്കും. തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ വന്നു കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കേളാതെ ഞങ്ങൾ സൂക്ഷിക്കും കേളാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഓരുമോ നാമെല്ലാം തനിവയിൽ അഭിമാനിച്ചിടാം ഓരുമോ നാമെല്ലാം തനിവയിൽ അഭിമാനിച്ചിടാം. വളർത്തും ആചാരങ്ങൾ തനതായി ഞങ്ങൾ സൂക്ഷിക്കും ഓരാധാര പ്രവണതകൾ ദൂരെ തട്ടിക്കളയും ഞങ്ങൾ ദൂരെ തട്ടിക്കളയും ഞങ്ങൾ കഴിവ് വളർത്തും ആചാരങ്ങൾ തനതായി ഞങ്ങൾ സൂക്ഷിക്കും ഓരാധാര പ്രവണതകൾ ദൂരെ തട്ടിക്കളയും ഞങ്ങൾ ദൂരെ തട്ടിക്കളയും ഞങ്ങൾ. ഓരുമോ നാമെല്ലാം കഴിവിൽ അഭിമാനിച്ചിടാം ഓരുമോ നാമെല്ലാം കഴിവിൽ അഭിമാനിച്ചിടാം. Jason, hindi lang nakakilala ng Jason.